ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. സ്പെഷ്യലായിട്ടുള്ളതാണ്, സൺഡേ സ്പെഷ്യൽ. അപ്പോൾ അതിനായിട്ട് ഞാനിത് രമ്പയിലാണ് അത് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഓലയുടെ ഇലയൊന്നും അല്ല കേട്ടോ, രമ്പയില. പിന്നെ സവാള, ക്യാരറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ബീൻസ്, ഇത് പൈനാപ്പിൾ ഇത് നമുക്ക് ആഫ്റ്റർ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചു. പാൻ നന്നായി ചൂടായപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതിലിത്തിരി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടു. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്യാരറ്റ്, ബീൻസ്, സവാള ഇത് മൂന്നുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അത് മൂന്നും നമുക്ക് എന്നിട്ട് ഇതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ രമ്പയുടെ ഇല അത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, പിന്നെ ഒന്നും എന്താ പറയുക, അടുത്തുള്ള ആളുകൾ വരെ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബിരിയാണിയാണല്ലേ. അത്രയ്ക്കും സ്മെല്ലാട്ടോ ആ രമ്പയില. കൈമ, വേറെ എന്തൊരു പേരും കൂടി ഉണ്ട്, കൈതാന്നോ, ബിരിയാണി കൈത, അങ്ങനെ ഒരു പേരൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ സവാളയും ഇതൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ചോറ് അതായത് കൈമ റൈസ് എടുത്ത് കേട്ടോ, ജീരകശാല എന്നൊക്കെ പറയില്ലേ, അത് ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചു. അതാണെങ്കിൽ കൂടുതൽ നല്ല ഇതായിട്ട് കിട്ടും, ഒലർന്ന് കിട്ടും നമുക്ക്. ഞാൻ ഇന്നലെ വൈകുന്നേരം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അരിയൊക്കെ വാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതെപ്പോൾ എടുക്കുമ്പോൾ നല്ല ഒലർന്ന് കിട്ടും. അത് ബസ്മതി റൈസ് ആണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ചെറിയ മണിയുള്ള അരിയാണ്. അപ്പോൾ അത് മിക്കവാറും ഞാൻ ഇതാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സ്പൈസസൊക്കെ ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോലം, ജാതിപത്രി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എല്ലാം ഒന്ന് രണ്ടും മിക്സ് ചെയ്തു. സവാളയും ചോറും എല്ലാം മിക്സ് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ചു. ആവശ്യത്തിനുള്ള നെയ്യിലാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എഗ്ഗ് 2-3 പുഴുങ്ങിയത്. പിന്നെ പുതിനയിലയുണ്ട്, മല്ലിയിലയുണ്ട്. പുതിനയില നല്ല ഒരു വാസന വരും, ഒരു ടേസ്റ്റ്. ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതിനിടെ, പക്ഷേ ബിരിയാണിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളും അതേമാതിരി ഒന്ന് ചെയ്ത് നോക്കുക. മീതത്തിരി നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.